ശരി. എവിടെ പോണ? ഹായ് ഫ്രണ്ട്സ്, நாங்க இப்ப மாலுக்கு போறோம். മാലിക്ക് പോറോമോ? എന്തിന്? என்ன வாங்க? എന്തോന്ന് വാങ്ങിക്കാൻ? അറിഞ്ഞൂടാ, ബൊമ്മ വാങ്ങിക്കാൻ. ആഹാ, ശരി വാ. ഫ്രണ്ട്സ്, ഞാനും എൻ്റെ മോളും കൂടി കാലത്ത് തന്നെ ഒരുങ്ങിക്കെട്ടി വന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ മുതലിനെ കാണാനായിട്ടാണ്. ആക്ച്വലി നമുക്ക് വന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വന്നിട്ട് ഒരു 10 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. 10 വർഷം കൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ലൈക്ക് ഞാൻ പഴയ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിചയപ്പെട്ട് വന്നപ്പോൾ, കാരണം പുള്ളിക്കാരത്തി എൻ്റെ നാട്ടിലാണ്. സോ അവൾക്കിപ്പം വന്നിട്ട് വേറെ രണ്ടുപേരും ജോബ് ചേഞ്ച് ചെയ്തു. അവളിപ്പോൾ വർക്ക് ഫ്രം ഹോമിലാണ്. വല്ലപ്പോഴും ഒരിക്കൽ ഇവിടെ ചെന്നൈയിലേക്ക് വരും. അവളുടെ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് സബ്മിഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും. ഞാനിവിടെ തന്നെ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പക്ഷേ നമുക്ക് വന്നിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് വന്നിട്ട് അഗെയിൻ കണ്ടിന്യൂ ആവുകയായിരുന്നു. സോ അവളെപ്പോഴായാലും ചെന്നൈയിൽ വരുമ്പോൾ ആദ്യം വിളിക്കുന്നത് എന്നെ ആയിരിക്കും. ഞാൻ ചെന്നൈയിൽ എത്തുന്നുണ്ട്, ഇത്ര ദിവസം കാണും, നമുക്ക് എന്ന് മീറ്റ് ചെയ്യാം എന്ന് ചോദിക്കും. സോ ഞാനും അവൾ വരുമ്പോൾ, അവൾ മുമ്പ് തന്നെ വരുന്നതിന് ഒരു 2 മാസം മുമ്പ് തന്നെ പറയും. സോ അപ്പം ഞാനും അവൾ വരുന്ന തീയതി കണക്കാക്കിയിട്ട് നമ്മളുടെ ഷെഡ്യൂളൊക്കെ ഫ്രീ ചെയ്ത് വെക്കും. ഒരു ദിവസം ഫുള്ള് അവളുടെ കൂടി സ്പെൻഡ് ചെയ്യാനായിട്ട്. ഞാൻ മാക്സിമം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാറില്ല. സോ ഏതെങ്കിലും മോളിൽ പോയിട്ട് ഫുഡ് കോർട്ടിലിരുന്നിട്ട് മാറി മാറി കഥകൾ പറയും, അത്രയേ ഉള്ളൂ. വേറെ വലുതായിട്ടൊന്നും വിശേഷങ്ങളൊന്നും കാണില്ല. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ കുട്ടിയും കൂടെ കൊണ്ടുപോകണം. കാരണം എന്ന് വെച്ചാൽ വീട്ടിലാരുമില്ല. സോ അവളെ കൊണ്ടേ പോയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ. പക്ഷേ അവളും വരികയാണെങ്കിൽ എൻജോയ് ചെയ്യും. പിന്നെ പൈസ കീറും കുറേ, അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകാത്ത ഏർപ്പാടാണ്. സോ ഇന്ന് തന്നെ നമ്മൾ ആക്ച്വലി പോയത് ഫോറം മാലിലിരുന്നിട്ട് സംസാരിച്ചിട്ട് വരാമെന്നുള്ള ഒരു ഐഡിയയിലാണ് പോണത്. പക്ഷേ പോയിട്ട് പ്ലാനൊക്കെ മാറി. അതൊക്കെ കാണുമ്പോൾ വഴിയെ മനസ്സിലാവും. സോ പിന്നെ പോയപ്പം അവിടെ പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിക്ക് വിശക്കാൻ തുടങ്ങി. സ്വാഭാവികം, എവിടെയെങ്കിലും വെളിയിൽ പോയാൽ തന്നെ വിശക്കും. സോ അതുകൊണ്ട് ആദ്യം പോയിട്ട് നമുക്ക് സ്പെയറിലാണ് പോയത്. ഫുഡ് കോർട്ടിൽ നല്ല തിരക്കാവും എന്നുള്ളതുകൊണ്ട് ആദ്യം സ്പെയറിൽ പോയി. സ്പെയറിൽ കീഴെ നമുക്ക് വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു ഫുഡ് കോർട്ട് പോലെ ചെറുതായിട്ടുണ്ട്. സോ ലൂടെ കണ്ടോണ്ടേ എൻ്റെ കുട്ടിയുടെ മോന്ത കടി എവിടെ നോക്കണ്ട, മുഖം നോക്കണ്ട, റിയാക്ഷൻ സൂപ്പർ. அதான் யோசிச்சேன் இதே போடலாமா. நான் அது லேட்டாக தான் ரியலைஸ் ஆச்சு. ശരി, നമ്മൾ നോക്കിയോ? അപ്പോൾ നമുക്ക് എപ്പോഴും ഐഡിയകളൊക്കെ പെട്ടെന്നായിരിക്കും തോന്നുന്നത്. നമുക്കങ്ങനെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ പറഞ്ഞത് എഗ്മോറിൽ നമുക്കൊരു എക്സിബിഷൻ ഇട്ടിട്ടുണ്ട്, അവിടെ എക്സ്പോയിലേക്ക് പോവാം. സോ എക്സ്പോയ്ക്ക് പോകുമ്പോൾ കുട്ടിയും കുറച്ച് ഹാപ്പിയാവും. അവിടെ തന്നെ മ്യൂസിയം ഉണ്ട്, അതൊക്കെ കൊണ്ട് അവളെ കാണിക്കാം എന്നൊക്കെ. സോ അങ്ങനെ നമ്മൾ വെളിയിൽ വന്ന് ആട്ടോ ബുക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളിപ്പോൾ വടപഴനിയിൽ നിന്ന് എഗ്മോറിലേക്ക് ട്രാവൽ ചെയ്യാണ്. സോ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ നോർമലായിട്ട് തന്നെ നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്യുമ്പോൾ ഇതാണ് പ്ലാൻ അതാണ് പ്ലാൻ എന്നൊന്നുമില്ല. ചുമ്മാ അവിടെ പോയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്നെ അവളെയും വിട്ടാലാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് നല്ലോണം അവൾ കേൾക്കും, അവൾ സംസാരിക്കുന്നത് ഞാനും കേൾക്കും. അങ്ങനെ ഞാൻ 24 മണിക്കൂർ നമ്മളിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് കേട്ടും പറഞ്ഞും ഇരിക്കും. അങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ രണ്ടുപേരും. സോ എഗ്മോറിൽ വന്നു, എക്സിബിഷൻ വന്നു. അവിടെ എഗ്മോറിൽ നമുക്ക് എക്സ്പോ ഇട്ടിട്ടുണ്ട്. സോ അതുപോലെ തന്നെ മ്യൂസിയത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഫ്രൈഡേ ഇവിടെ മ്യൂസിയം ലീവാണ്. ഭാഗ്യം, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കൊള്ളാം. ഫ്രൈഡേ ആയിരുന്നെങ്കിൽ പോസ്റ്റ് അടിച്ചേനെ. സോ ആദ്യം നമുക്ക് വന്നിട്ട് എക്സ്പോ കണ്ടിട്ട് പിന്നെ മ്യൂസിയത്തിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലെത്തി. സോ 3 പേരും കൂടി ആദ്യം നമുക്ക് വന്നിട്ട് എക്സ്പോ കാണാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. സോ
നല്ല തിരക്കായിരുന്നു. എക്സ്പോയുടെ അടുത്ത് നല്ല തിരക്കായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ദോഷം പറയൽ നല്ല റേറ്റാണ്, നല്ല റേറ്റായിരുന്നു. പക്ഷേ പ്രോഡക്റ്റൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ഞാനും അവളും കൂടി ചെറുതായിട്ടൊരു ദുപ്പട്ട നോക്കാം, ലൈക്ക് ഷാള് നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ്. സ്റ്റാർട്ടിങ് 1900 തൊട്ടുണ്ട്, ഡിസ്കൗണ്ട് പോകെ 1500 തരാമെന്ന്. അല്ല വേണ്ട, ഞാൻ നമുക്ക് 150ക്ക് വാങ്ങുന്നത് തന്നെ വലുതെന്ന് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ അവിടെ പിക്കിൾസ് ഐറ്റങ്ങൾ, അതുപോലെ തന്നെ കഴിക്കാനുള്ളത് സംഭവങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ടോയ്സ്, സ്റ്റേഷനറി ഐറ്റംസ് കാണുമ്പോൾ എൻ്റെ കൊച്ചിന് കുറച്ച് ചെറുതായിട്ടൊരു വലിയ ഇളക്കം, അത് വാങ്ങണം ഇത് വാങ്ങണം. ഞാൻ വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല നോർമലായിട്ട്. പിന്നെ അവളുടെ അമ്മയ്ക്ക് 2 സാരി എടുത്തു. അപ്പം തന്നെ അവളുടെ പാക്കറ്റ് കാലിയായി. പക്ഷെ നല്ല പ്രോഡക്റ്റാണ്, നല്ല ലൈക്ക് നമുക്ക് ഈ ക്ലോത്തിൻ്റെ മെറ്റീരിയലൊക്കെ കണ്ടാൽ തന്നെ അറിയാം, നല്ല പ്യുവറായിട്ടുള്ള കാട്ടൺ, അതുപോലെ തന്നെ നല്ല നല്ല ഉറക്കൊക്കെ ഉള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജുംക സെറ്റ് നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു. സാരിയൊക്കെ നല്ല നല്ല രസമുണ്ട്. അത് ഹാൻഡ്ലൂമാണ്. ഈ ചേച്ചി ഇവിടെ ഈ കടയിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഈ ചേച്ചി നല്ലോണം സെയിൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് അവർ ആ പ്രോഡക്റ്റിന്, നമ്മൾ ഒരു സാരി എടുത്താൽ തന്നെ ആ സാരി എങ്ങനെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്, അതിൽ എത്ര ഡിസൈൻ ഉണ്ട്, ഇപ്പം എത്ര അവൈലബിൾ ഉണ്ട്, എല്ലാം അവർ എല്ലാം അവർക്ക് എല്ലാം അവർ പറയുന്നുണ്ട്. സോ പിന്നെ ക്ലിപ്പ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും തിരിഞ്ഞ് നിൽക്കാൻ തോന്നില്ല. മെയിനായിട്ട് ഈ എക്സ്പോയ്ക്ക് പോയതിൻ്റെ കാര്യം വന്നിട്ട്, നാളെ എൻ്റെ ഒരു ഫ്രണ്ടിന് കല്യാണമാണ്. അതായത് നമ്മളെ ഈ ഫ്രണ്ട്സിൽ വന്നിട്ട് ഇവളും ഞാനും അതുപോലെ തന്നെ 2 കുട്ടികൾ കൂടിയുണ്ട്. സോ നമ്മൾ 4 പേരാണ് ഫ്രണ്ട്സ്. അതിലൊരു പയ്യനാണ്, പേര് പറയുന്നില്ല, അതിലൊരു പയ്യന് നാളെ കല്യാണം. സോ നമുക്ക് കല്യാണത്തിനേക്ക് ഗിഫ്റ്റ് വാങ്ങണം. സോ ഗിഫ്റ്റ് എന്ത് വാങ്ങും, ഞാനും അവളുമായിട്ട് ഷെയർ ഇട്ട് വാങ്ങാമെന്നാണ്. ആക്ച്വലി നമ്മൾ ആദ്യം എന്തെങ്കിലും ഗോൾഡ് കോയിൻ വാങ്ങാം, ഇല്ലെങ്കിൽ സിൽവറിലുള്ള വിളക്ക് വാങ്ങാം, അത് ഇതെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ഇവിടെ വന്ന് നിന്നു. ഇവിടെ വന്ന് നിന്നിട്ട് ഈ മറ്റേ ടെക്കോർ ഐറ്റം എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഈ കടയിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട്. ഞാനും വിചാരിച്ചു നമുക്കും വീട്ടിൽ വാങ്ങി വെക്കണമെന്ന്. പിന്നെ വിചാരിച്ചു ഇപ്പം വാങ്ങണ്ട, കുറേ കഴിയട്ടെ. ഞാൻ എന്തായാലും എന്തെങ്കിലും വാങ്ങുന്നു, കുറേ കഴിയട്ടെ എന്ന് പറയും. ഇപ്പോൾ വാങ്ങണ്ട, ഇപ്പോഴത്തെ അതിനുള്ള ബഡ്ജറ്റില്ല, അതുകൊണ്ട് കുറേ കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് നിർത്തി. പിന്നെ വെളിയിൽ എൻ്റെ കുട്ടിക്ക് കളിക്കാനായിട്ടുള്ള മറ്റേ ടെൻറ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തൊക്കെയോ അവൾ കളിച്ചു. അവൾക്ക് എന്ത് കണ്ടാലും വാങ്ങണം ഉടനെ. കൊച്ചു പിള്ളേരൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലേ ഇപ്പോൾ. അവൾ പിന്നെ നിന്ന് തിരിഞ്ഞു. പിന്നെ അവിടെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ലതായിരുന്നു. ഈ കപ്പ് ഒന്ന് റേറ്റ് ചോദിച്ചപ്പോൾ 450 എന്നാണ് പറഞ്ഞത്. ഒരു ചായ കുടിക്കാനുള്ള കപ്പ് 450 എന്ന് പറഞ്ഞു. ശരി വേണ്ടെന്ന് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കാണാനെല്ലാം. ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും പക്ഷേ ഇങ്ങനത്തെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഇതൊക്കെ വാങ്ങി ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അതിനിടയ്ക്ക് എൻ്റെ മോളൊരു കൊട്ടും കൊടുത്തു. അവർ കൊട്ടാന്ന് ഭാഗ്യം. അവൾക്കിതൊക്കെ വാങ്ങണമെന്ന് കേട്ടോണ്ടത്. ഞാൻ പറഞ്ഞു ബഡ്ജറ്റില്ല, നീ ഇവിടെ വേണമെങ്കിൽ നിന്നോ, അപ്പം പിന്നെ കൂടെ വരും. ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുക്കാറില്ല. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അവിടെ വിട്ടിട്ട് അങ്ങനെ തിരിഞ്ഞ് നടക്കും. അപ്പോൾ അവൾ പിന്നാലെ ഓടിക്കൊള്ളും. ഇതെൻ്റെ ഒരു ടെക്നിക്കാണെന്നുള്ളത് അവൾക്കറിയില്ല. അവൾ അറിയുമ്പം പിന്നെ അവൾ അതിന് വേറെ എന്തെങ്കിലും ടെക്നിക്ക് കണ്ടുപിടിക്കും. ഇവിടെയാണ് അവൾ കുറേ നേരം കളിച്ചത്. പിന്നെ ബുക്സും എല്ലാം കണ്ടു. എൻ്റെ കുട്ടിക്ക് അവളെ നേരത്തെ തന്നെ അറിയാമെന്നുള്ളതുകൊണ്ട് അവളുടെ കൂടെ വലിയ കമ്പനിയാണ്. സോ അവർ 2 പേരും കൂടി തന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ ഒരിടത്ത് പോസ്റ്റ് അടിച്ചിരിക്കും. പിന്നെ ഇനിയാണ് ഈ മ്യൂസിയത്തിലേക്ക് പോകുന്നത്. ഈ മ്യൂസിയത്തിലേക്ക് മൊത്തം 5 ഉണ്ട്. നമുക്ക് ഈ രവിവർമ്മയുടെ ഡ്രോയിങ്സ്, അതുപോലെ തന്നെ നമുക്ക് ഈ മ്യൂസിയത്തിൽ മറ്റേ ഈ പാമ്പ്, ആമ ഇതൊക്കെ ഉണക്കി പറക്കിയൊക്കെ വെച്ചിരിക്കും. അതൊക്കെ കാണാനായിട്ട് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അതൊക്കെ കാണാനായിട്ട്. പക്ഷേ ഈ കുട്ടിക്ക് അത്ര ഇൻട്രസ്റ്റ് വരുന്നില്ല. പിന്നെ ഈ നമുക്ക് തമിഴ്നാട്ടിലുള്ള കൾച്ചർ, കേരളത്തിലുള്ള കൾച്ചർ, അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലുള്ള കൾച്ചർ എല്ലാം വന്നിട്ട്
അവർ സ്റ്റാച്യു പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒട്ടുമിക്ക ഇടങ്ങളിലും ഫോട്ടോസ് ക്യാമറാസ് ഒന്നും അലൗഡ് അല്ല. ഇവിടെ മാത്രം. ഇത് കൊച്ചു കുട്ടിയൊക്കെ ഉള്ളതാണ്, എല്ലാം കൊച്ചു കുട്ടികളായിരുന്നു. സോ ഇതിലൊക്കെ ഓക്കെ ക്യാമറ അലൗഡ് ആണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള ഇടത്തൊന്നും അലൗഡ് അല്ല. ഈ ഫോട്ടോസൊക്കെ നല്ല നല്ല ഫോട്ടോസ്, ശില്പങ്ങളൊക്കെ നല്ല നല്ലതൊക്കെ വെച്ചിരുന്നു. പക്ഷെ അവിടെ ഒന്നും അലൗഡ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല വീഡിയോസ് എടുത്തേനെ. ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നടക്കും. എൻ്റെ കുട്ടി അതൊക്കെ കണ്ടുകൊണ്ട് നടക്കും. അത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ഔട്ടിങ്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഈ കന്നിമാറ ലൈബ്രറി ഉള്ളത്. ഞാനിതുവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. മെമ്പർഷിപ്പ് എടുക്കണമെന്ന് വലിയൊരാഗ്രഹമുണ്ട്. ഇവിടെ എല്ലാ ബുക്സും കിട്ടും. വലുതാണ്, നല്ല വലിയ ലൈബ്രറിയാണ്. പക്ഷെ അകത്ത് കയറി നോക്കിയില്ല. ഈ തിരക്കായതുകൊണ്ട് നോക്കിയാറിയില്ല. ഇവള് പോകാറുണ്ടായിരുന്നു. ഇവള് സ്ഥിരമായിട്ട് അവിടുത്തെ ഒരു മെമ്പറായിരുന്നു. ഇപ്പം നാട്ടിലേക്ക് കെട്ടിയെടുത്തതുകൊണ്ട് പുള്ളിക്കാരത്തി ഇപ്പം നമുക്ക് സ്വന്തം പ്ലേസിലേക്ക് കെട്ടിയെടുത്തോണ്ട് ഇവിടെ ലൈബ്രറിയിലൊന്നും ഇപ്പോൾ പോക്കില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു വെറുതെ. അത്രയേ ഉള്ളൂ. ഇന്ന് പിന്നെ വലുതായിട്ട് പാക്കറ്റ് പൊട്ടിയില്ല. കാരണം എക്സിബിഷനൊക്കെ കാണിച്ചിട്ട് അവളുടെ അടുത്ത് പറഞ്ഞ് പുറത്ത് വന്നിട്ട് എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന്. ഞാൻ ആരാ മോൾ, നീ വീട്ടിൽ കൊണ്ടുപോകുന്ന നേരെ. അത്രയേ ഉള്ളൂ. വാ അമ്മ ഞാൻ കണ്ടിട്ട് നടക്കും. വീഡിയോ ഇവിടെ ഒന്നും വീഡിയോ അലൗഡ് കിടയാത്. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഇതാണ് ரொம்ப കഷ്ടமா இருக்கும். ഓക്കെ 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 ഓക്കെ. കീഴെ മാത്രം ചെയ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. വാവ്, വെരി ഗുഡ്. കോൾ ചെയ്. ഇങ്ങോട്ട് നോക്ക്. ഹായ് ഫ്രണ്ട്സ്, நாங்கள் கரெக்டாக செட் பண்ணிட்டோம். ஜஸ்ட் ஒரு கறக்கு வச்சுட்டு அடுத்ததில் வா. இப்போ அடுத்து ஓகே ஓகே. மேலே மாத்திரம். ஓகே. அது கரெக்டானு கரெக்டா. சூப்பர்ல. கரெக்ட். அதில் என்ன ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഇവിടെ നോക്കാം. ദിയ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലായിരുന്നോ? ഇനി വരണോ? നാളെയും എക്സിബിഷൻ ഇല്ലാതപ്പോൾ വരണം. ഇല്ലെങ്കിൽ നമ്മളെ പാക്കറ്റ് കീറും. സോ ഫൈനലി എല്ലാം പാത്താടു. ഫൈനലി എല്ലാം നോക്കി ഇനി വീട്ടിലേക്ക്. അതിന് മുമ്പ് വയറിനകത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് ഫൈനലി എല്ലാം നോക്കി ഇനി ദിയയ്ക്ക് ദിയയ്ക്ക് എന്തെങ്കിലും വാങ്ങണം. 100 റുപ്പീസിൻ്റെ അത് എന്ത് കിട്ടിയാലും വാങ്ങിക്കൊടുക്കണം നമ്മൾ ഏറ്റിട്ടുണ്ട്. സോ 100 റുപ്പീസിനകത്ത് എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങിയിട്ട് 2 വട 1 ടീ എനിക്ക്. അല്ല, 2 വട എനിക്ക്, 1 ടീ നിനക്ക്. നീ നമ്മൾ ടീ എന്നുള്ള ചൂട് നോക്കിക്കൊണ്ടിരിക്കണം. അതിലെ വാങ്ങിത്തരാം. നിനക്കും കേൾക്കണത് വാങ്ങിത്തരാം. കല്ലല്ല. സോ ഇത് നോക്കിയില്ല നമ്മൾ, മറ്റേ കല്ലും മണ്ണും ഒക്കെ വെച്ചിരിക്കുന്നത്. സോ കാണാനുള്ള ജമ്പില്ല ഇനി. അതുകൊണ്ട് ഇതോടെ തീർക്കണ്. അതെയാ, എന്തെങ്കിലും എൻ്റെ സബ്സ്ക്രൈബറുടെ അടുത്ത് പറയാം. ഒന്നും പറയാൻ ആവശ്യമില്ല. ഇതിനെക്കാട്ടിലും ഒന്നും വരാനില്ല. താങ്ക് യു. സോ ഇതിനെക്കാട്ടിലും ഒരവസ്ഥ. താങ്ക് യു, ബൈ. இந்த சாதனை யாருக்காவது வேணும்னா சொல்லுங்க. ஸோ
ഇന്ന് ഇവളെ കൊണ്ട് ഒറ്റ ദിവസം ഫുള്ള് കറങ്ങാൻ വന്നത് നമുക്ക് നല്ല പണിയായി. സോ ഇത് വിൽപ്പനയ്ക്കാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യൂ പ്ലീസ്. കമൻറ്റിൽ അറിയിച്ചാൽ മതി, അയച്ചു തരുന്നതായിരിക്കും. പക്ഷേ കുറച്ച് മെയിൻ്റനൻസ് കൂടുതലാണ്. ഹൈ മെയിൻ്റനൻസ്. സോ ആർക്കെങ്കിലും വേണോ? ശരി ശരി, എല്ലാ സബ്സ്ക്രൈബേഴ്സൊക്കെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പറ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ. തെലുങ്കിൽ പറ. നീ തെലുങ്കിൽ പറഞ്ഞാൽ ഇവിടെ വാ. എല്ലാവർക്കും തെലുങ്ക് പറഞ്ഞു. ഓടി വാ.